അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ഒരു പെൺകുട്ടിയെ വെളിയിലുള്ള ഒരാൾ റേപ്പ് ചെയ്തു. വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആ സംഭവം. ആ 19 വയസ്സുള്ള പെൺകുട്ടിയും 4th ഇയറിലെ ഒരു ആൺകുട്ടിയും അവർ പള്ളിയിൽ പോയി രാത്രി 8 മണിക്ക് മടങ്ങി അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രവേശിച്ചു. ക്യാമ്പസ് നമുക്കറിയാം, ഏകദേശം 185 ഏക്കർ സ്ഥലമുണ്ട്. വളരെയധികം കെട്ടിടങ്ങളുണ്ട്, വളരെയധികം ഹോസ്റ്റലുകളുണ്ട്. അണ്ണാ യൂണിവേഴ്സിറ്റി 1978 തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി അണ്ണാദുരൈയുടെ പേരിൽ സ്ഥാപിതമായതാണ്. ഇപ്പോൾ 2007 മുതൽ ഇതിനകത്ത് 6ഓളം ചെറിയ യൂണിവേഴ്സിറ്റി, അതായത് കോൺസ്റ്റിറ്റ്വൻ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അത് മധുരയിലുണ്ട്, തിരുനെൽവേലിയിലുണ്ട്, കോയമ്പത്തൂരുണ്ട്, തിരുച്ചിറപ്പള്ളിയിലുണ്ട്, അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ചെന്നൈയിൽ. ഇങ്ങനെ 6 കോൺസ്റ്റിറ്റ്വൻ്റ് യൂണിവേഴ്സിറ്റി ഇതിനുള്ളിലുണ്ട്. ഈ ഒരു ക്യാമ്പസ് മാത്രം 185 ഏക്കറാണ്. ആ ക്യാമ്പസിന് വെളിയിൽ ഇവിടെ ധാരാളം ആയിരക്കണക്കിന് കുട്ടികളും ട്യൂട്ടേഴ്സും ലെക്ചേഴ്സും റിസർച്ച് സ്കോളേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമ്പസിനകത്ത് എപ്പോഴും നല്ല തിരക്കാണ്. ക്യാമ്പസിന് വെളിയിൽ അവിടെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാൾ, ജ്ഞാനശേഖരൻ, അയാൾ ഈ കുട്ടികൾ 2 പേരും 8 മണിക്ക് ശേഷം ക്യാമ്പസിനകത്തേക്ക് പോകുന്നത് കണ്ടു. അയാളുടെ സുഹൃത്തുക്കളുടെ പിന്നാലെ കൂടി. ആ പയ്യനെ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലെത്തിക്കഴിഞ്ഞപ്പോൾ ആ പയ്യനെ വേരട്ടി ഓടിക്കാൻ നോക്കി. അവൻ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ചേർത്തു. അവനെ ജ്ഞാനശേഖരൻ എന്ന ഗണേശനും അയാളുടെ സുഹൃത്തും ആ ക്യാമ്പസിനുള്ളിലിട്ട് മർദ്ദിച്ച് അയാളെ അവശനാക്കി. ആ പെൺകുട്ടിയെ അവർ റേപ്പ് ചെയ്ത് ബലാത്സംഗം ചെയ്തു. അത് ഗണേശനും അയാളുടെ സുഹൃത്തും ചെയ്തെന്നാണ് പറയുന്നത്. കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലാണ്. മദ്രാസിൽ അല്ലെങ്കിൽ ആ സംസ്ഥാനം മുഴുവൻ ഈ ഒരു സംഭവം വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ചു. അണ്ണാ യൂണിവേഴ്സിറ്റി അറിയാം, വളരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ യൂണിവേഴ്സിറ്റിയാണ്. ധാരാളം ആൾക്കാർ അവിടെ നിന്ന് പല ഡിഗ്രികളും PhDകളും എടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഏകദേശം 10-50 വർഷത്തെ പാരമ്പര്യമുണ്ട് ആ യൂണിവേഴ്സിറ്റിക്ക്. ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പല കുട്ടികളും കേരളത്തിലും മറ്റ് സംസ്ഥാനത്തു നിന്നുള്ളവർ ഉണ്ട്. അവരുടെയൊക്കെ സുരക്ഷിതത്തിന് ഇപ്പോൾ ഒരു വെല്ലുവിളിയാണ്. ക്യാമ്പസിന് വെളിയിലുള്ള ഒരാളാണ് ഈ റേപ്പ് ചെയ്തിരിക്കുന്നത്. അത് കൂടെയുള്ള ആളെ അടിച്ച് അവശനാക്കിയ ശേഷം ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയായിരുന്നു. ഇത് തമിഴ്നാട് പോലീസ് ഇതിനെ സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും റേപ്പിന് 64 BNS പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ജ്ഞാനശേഖരനെ ഗണേശനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് 37 വയസ്സുണ്ട്. അയാളുടെ കൂട്ടുകാരൻ ഓടിക്കളഞ്ഞു, അവനെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഉടനെ തന്നെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് കരുതുന്നു. എങ്കിലും വിദേശത്തും അതുപോലെ നാട്ടിലും പഠിക്കുന്ന കുട്ടികൾ, മാതാപിതാക്കളൊക്കെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെയാണ്. ഇങ്ങനെ ഹോസ്റ്റലുകളിലും യൂണിവേഴ്സിറ്റിയിലും ക്യാമ്പസിൽ പഠിക്കുന്ന സുരക്ഷിതത്വം ഓർത്ത ക്യാമ്പസിൽ തന്നെ അവരെ താമസിപ്പിച്ച് പഠിക്കുന്ന കുട്ടികളിൽ അങ്ങനെയുള്ള സ്ഥലത്തും ഇപ്പോൾ സുരക്ഷിതത്വമില്ല എന്നാണ് പറയുന്നത്. മാതാപിതാക്കന്മാർക്കൊക്കെ ഭയമാണ്. കുട്ടികൾ പല യൂണിവേഴ്സിറ്റികളും ഇതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച രാത്രി, കഴിഞ്ഞ 23-ാം തീയതി രാത്രി 8 മണിക്കാണ് ഈ സംഭവം. പെൺകുട്ടിക്ക് 19 വയസ്സുണ്ട്, മറ്റേയാൾക്ക് 20-21 വയസ്സ് പ്രായം കാണും. അയാളും ഹോസ്പിറ്റലാണ്. അയാളെയും അടിച്ച് അവശനാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയെ റേപ്പ് ചെയ്ത 2 പേരാണ്. ഒരാളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, മറ്റേ ആളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് കരുതുന്നു.